സർ, ഇന്ത്യയുടെ ആയുധ വ്യാപാര കരാറുകളെയൊക്കെ മറികടക്കാൻ ചൈന പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്ന് വേണം പറയാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ റഫാലിനെ താറടിച്ചു കാണിക്കാനും റഫാൽ ഒന്നിനും കൊള്ളില്ലെന്ന് പറയാനും ഒക്കെ ചൈന പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചൈന ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ചൈനയുടെ ആയുധങ്ങളാണ്, അല്ലെങ്കിൽ ചൈനയുടെ യുദ്ധവിമാനങ്ങളാണ് ലോകത്ത് ഏറ്റവും കേമം എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ്. അതിന്റെ ഒരു തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തിനു നേരെ ചൈന പ്രയോഗിച്ച വിമാനങ്ങൾക്ക് നേരെ നടത്തിയ ഒരു ലേസർ ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ ചൈന എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഏത് തരത്തിൽ ഇന്ത്യയെ മറികടക്കാൻ, ഇന്ത്യയുടെ ആയുധ വ്യാപാര കരാറുകളെ മറികടക്കാൻ ഏത് തരത്തിലുള്ള നീക്കം നടത്താനാണ് ചൈന ഉദ്ദേശിക്കുന്നത്? ഇതിന്റെയൊക്കെ ഒരു വിലയിരുത്തലുകൾ എന്താണ്? ഇപ്പൊ ലോകത്തെ ഏറ്റവും നമ്പർ 1 സാമ്പത്തിക രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. രണ്ടാമത് ചൈനയാണ്. ഇവർ രണ്ടുപേരും രണ്ടാമത്താണെങ്കിൽ പോലും എക്കണോമിക്കലി നോക്കുമ്പോൾ വളരെ കൂടുതൽ അന്തരമുണ്ട്. എന്നാലും രണ്ടാമത്തെ സാമ്പത്തിക രാജ്യം ചൈനയാണ്. നാലാമത്തെ നിൽക്കുന്ന ഇന്ത്യ ചൈനയെ മറികടക്കുന്നതിന് വേണ്ടി അധിക കാലം ഇല്ല എന്നുള്ള ഒരു ആശങ്കയുണ്ട്. മാത്രമല്ല അവര് നടത്തിക്കൊണ്ടു പോകുന്ന അവർ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മേഖലയിലും ഇന്ത്യ വേരുറപ്പിച്ചു കഴിഞ്ഞു. ആ ഇന്ത്യയുടെ വേരുറപ്പീർ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈനയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ള സ്വാധീനം, ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളിൽ ഇടയിലുള്ള ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യം, പറ്റിക്കാത്ത ഒരു രാജ്യം, എല്ലാ രീതിയിലും ഇതുവരെ നോക്കുമ്പോൾ മറ്റ് ഈ പറയുന്ന ഈ തുലനം ചെയ്യുമ്പോൾ ചൈനയോടും അമേരിക്കയോടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളോടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് കാര്യത്തിനും എവിടെയും അവർ കാര്യങ്ങൾ പറയുന്നത് പോലെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യം. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചൈനയ്ക്ക് ഇതൊരു വലിയ ത്രെട്ടാണ്. ചൈന ഇപ്പം ശരിക്കും ലോകത്ത് പല കാര്യത്തിനകത്ത് മത്സരിക്കുന്നതും ചൈന ഭയക്കുന്നതുമായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം, ഇപ്പൊ എപ്പോഴും ചർച്ച മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, റഷ്യ വാർ ഉക്രൈൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസുമായിട്ട് റഷ്യ നടത്താൻ പോകുന്ന യുദ്ധം. ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ചുമ്മാതിരുന്ന കപ്പലിലേക്ക് ലേസർ ആക്രമണം, കപ്പലിൽ നിന്ന് ലേസർ ആക്രമണം, ഈ പറയുന്ന ജർമ്മനിയുടെ വിമാനത്തിലേക്ക് ചൈന. അപ്പം ഒരു മൊത്തത്തിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ലോകം മൊത്തം തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴാണ്. അപ്പോ ഈ പറയുന്ന ആയുധ വ്യാപാരത്തിന്റെ പ്രസക്തി, ആയുധ വ്യാപാരത്തിന്റെ പ്രസക്തിക്ക് വേറെ കാര്യമുണ്ട്. 1, 2 എന്ന് പറയുന്ന ഒന്നാമത് അമേരിക്ക, രണ്ടാമത് ഈ പറയുന്ന റഷ്യയാണ്, മൂന്നാമത് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്ന കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതാണ് ചൈന. അപ്പം റഷ്യയുടെ ആയുധ വ്യാപാര രംഗത്തെ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം വെച്ചിട്ട് വളരെ താപ്പോട്ട് പോവുകയും ആ സ്ഥാനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പം ആയുധ വ്യാപാര രംഗത്ത് ആഗ്രഹിക്കുന്ന ചൈനയെ മറികടക്കാൻ ഇന്ത്യ നിൽക്കുകയാണ്. ഇന്ത്യക്കുള്ള ഒരു ഗുണം എന്ന് പറയാൻ പറഞ്ഞത് സിന്ദൂർ വന്നു. സിന്ദൂരിന് ശേഷം ചൈനയുടെ ആയുധങ്ങൾ തറയിൽ വീഴുകയും ഇന്ത്യയുടെ ആയുധങ്ങളും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും ലോകത്ത് ചർച്ചയാവുകയും അതിനുശേഷം ആകാശ് മിസൈൽ നമ്മുടെ സ്വയംഭരണ ലോകത്ത് മൊത്തവും അംഗീകാരം വരികയും ചെയ്യണം. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈനയെ തകർക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയോട് മത്സരിക്കാൻ വരുന്ന മേഖലയിലെല്ലാം ചൈനയെ തകർക്കുന്നു. അപ്പം അതിന് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളുടെ P-16 PL-16 അല്ലെങ്കിൽ J-10 ഒക്കെ നല്ലതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ ഉപയോഗിച്ചു. സിന്ധുവിന്റെ റാഫേൽ യുദ്ധവിമാനം തറയിൽ വീണെന്ന് പറഞ്ഞു. ഇന്നലെ ഫ്രാൻസിൽ നിന്നുള്ള അതിന്റെ ആധികാരികമായിട്ട് പറഞ്ഞു, സിന്ധൂർ ഓപ്പറേഷനകത്ത് റാഫേൽ എന്ന് പറയുന്ന യുദ്ധവിമാനം തറയിൽ വീണിട്ടില്ല. അതിനകത്ത് ടെക്നിക്കലി പ്രശ്നം വെച്ചിട്ട് ഇന്ത്യക്കകത്ത് തന്നെ വെച്ചാണ് റാഫേൽ യുദ്ധവിമാനം വീണത്. ആ യുദ്ധത്തിന്റെ മാർഗമായിട്ടല്ല. ഈ റാഫേലിന്റെ പുറകിൽ അത് വീണെന്ന് പറഞ്ഞ് ചൈന പാകിസ്ഥാനെക്കാട്ടി പ്രചരണം നടത്തിയത് അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള J-10 വിൽക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ PL-16 എന്ന് പറയുന്ന മിസൈൽ ഉണ്ടല്ലോ, ഈ മിസൈൽ വിൽക്കുന്ന ഇതാണ് ഞങ്ങൾ റാഫേൽ തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം അത് വിൽക്കുന്നു, അതിനെ നമ്മൾ ജീവനോട് പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ രഹസ്യങ്ങൾക്ക് വേണ്ടി ലോകമൊത്തമുള്ള രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ PL-16 നമ്മൾ ഏറ്റവും ഭയങ്കര ആധുനികമായിട്ട് ബ്രഹ്മോസിനെ വെല്ലുന്ന മിസൈൽ ആണെന്ന് പറഞ്ഞ മിസൈലിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക. അവനെ നമ്മൾ ജീവനോട് പിടിച്ചു. ഈ റാഫേൽ എന്ന് പറയുന്ന കാര്യം അത് തകർത്തത് ഈ PL-15 ആണ്, അത് തകർന്നു പോയെന്ന് പറഞ്ഞ റാഫേലിന്റെ വിഷയത്തിനകത്ത് നമ്മളെക്കാട്ടി കൂടുതൽ റാഫേലിന് പ്രശ്നം വന്നാൽ കുഴപ്പം വരുന്ന അതിന്റെ ഉടമകൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി. റാഫേലൊന്നും പറ്റിയിട്ടില്ല, യുദ്ധത്തിൽ ഇവിടെ ഒന്നും തകർന്നിട്ടില്ല. അപ്പൊ ഞാനീ പറഞ്ഞ
ഈ ചൈന പരാജയപ്പെടുകയാണ്. ആയുധ കച്ചവടം നടക്കുന്നില്ല. പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. പണ്ട് അമേരിക്ക കോടീശ്വര പദത്തിലേക്ക് എത്തിയതുപോലെ ഇപ്പൊ രാജ്യങ്ങൾ മൊത്തം യൂറോപ്യൻ കൺട്രീസും ആഫ്രിക്കൻ കൺട്രീസും മറ്റെല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അറബി രാജ്യങ്ങളും ഒക്കെ ആയുധത്തിന് വേണ്ടിയും സ്വയം അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് ആയുധം മേടിക്കാത്തതും അമേരിക്കയെ മറികടന്ന് അതിനെക്കാട്ടി വില കുറഞ്ഞ് അതിനെക്കാട്ടി നല്ല ആയുധം കിട്ടുന്നതും തിരക്കുമ്പോൾ ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആയുധം ആരൊക്കെയാണ് മേടിക്കുന്നത്? ഇപ്പൊ ചൈനയുടെ പാകിസ്ഥാൻ 60% ആയുധം മേടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ബംഗാൾ മേടിക്കുന്നുണ്ട്, മ്യാൻമർ മേടിക്കുന്നുണ്ട്, ആഫ്രിക്ക മേടിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ആയുധ വ്യാപാരികൾ ആരാന്നറിയാം? ആരും വിശ്വസിക്കില്ല. നമ്മളിപ്പോ പറയുമ്പം നമ്മുടെ കീഴിൽ വന്ന് ഉമ്മാരെ കളിയാക്കും. പിന്നെ അമേരിക്ക ഏറ്റവും വലിയ ആയുധ പങ്കാളി. നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുന്നു പറഞ്ഞാൽ എന്തോ? ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികളും ഈ പറയുന്നത് പോലെ ആംസ് എക്സ്പോർട്ടിനകത്ത് വരും. പല സാധനങ്ങളും അവർ ഉണ്ടാക്കുന്നതിന് അതിന്റെ പാർട്സുകൾ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. ഓരോ നമ്മുടെ പല സാധനത്തിന്റെയും പാർട്സുകൾ പല രാജ്യത്തു നിന്നല്ലേ വരുന്നത്. ഇപ്പൊ തന്നെ കാർ വ്യവസായത്തിനകത്ത് വരുന്ന ബ്രസിന്റെ മിനറൽസിന്റെ പ്രശ്നമാണല്ലോ. അതാണല്ലോ ചൈന നമ്മളെ ചവിട്ടി പിടിച്ചത്. അതിനെ മറികടക്കാൻ വേറെ രാജ്യങ്ങളിൽ പോയി അത് മോദി കൈകാര്യം ചെയ്തത്. എന്നാലും ചെറിയ മാധ്യമം കൊണ്ട് ഗ്രാജുവലി എന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മൾ വേറെ വേറെ ഫ്രാൻസുമായിട്ട് നമുക്ക് ഫ്രാൻസ് മോശം യൂറോപ്യൻ കൺട്രിയിൽ ഫ്രാൻസ് UAE ഇപ്പൊ നമ്മുടെ സൗദി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രസീൽ ഇപ്പം അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ഈ പറയുന്ന. അപ്പം നമ്മളുടെ ആയുധ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും മ്യാൻമറും, നമ്മൾ മ്യാൻമറിനും കൊടുക്കുന്നുണ്ട്. മ്യാൻമറും അതുപോലെ ഏതെങ്കിലും കണാവുണ ടീമുമായിട്ടല്ല, നമ്മുടെ മൊത്തം ഇതുപോലെ അതും പ്രശ്നമാണ്. അപ്പം ഈ പറയുന്ന റഷ്യയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് ഒരു പക്ഷേ അമേരിക്കയിൽ നിന്ന് ആയുധം മേടിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ അത്ര വലിയ രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് ആയുധം മേടിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അത്തരത്തിൽ ചൈന മൊത്തത്തിൽ തീർന്നു പോരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പം അവരുടെ ആയുധങ്ങൾ ശരിയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം അവർക്കില്ല. ആ ഒരു മാർഗം അവർ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സിന്ദൂരാണ്. സിന്ദൂരിനകത്ത് അവരുടെ ആയുധം മൊത്തം പരാജയമാണെന്ന് ലോകത്ത് ചർച്ച ചെയ്തത്. അപ്പൊ അതുകൊണ്ടുകൂടി അവരുടെ കയ്യിൽ നിന്ന് കരാറുകൾ മാറുന്നു. അവരുടെ ആയുധം ആർക്ക് വേണ്ടെന്ന് വരുന്നു. അപ്പൊ അവർക്ക് ഇനിയും അല്ലെങ്കിൽ ഞങ്ങളത് കൊള്ളാം, ഞങ്ങളത് മിടുക്കാണ് ചർച്ച ചെയ്യിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാർഗമാണ്. അതിന് ആയിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ കൺട്രീസ് അമേരിക്കയുടെ തട്ടായിട്ട് റഷ്യക്ക് പ്രശ്നമായിട്ട് നാളെ കാലത്ത് യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പറയുന്ന ജർമ്മനിയുടെ കപ്പലിലെ ഇതിലേക്ക് ലേസർ ആക്രമണം നടത്തിയത്. അതിനകത്ത് പൈലറ്റിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചൈന ഇന്ത്യയെ കൃത്യമായിട്ട് ഭയക്കുന്നു. ചൈന അല്ലെങ്കിൽ ഇന്ത്യ ചൈനയെ എല്ലാ തരത്തിലും ഇല്ലായ്മയാക്കുന്നു. എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുത്തുന്നു. അവരുടെ ബിസിനസിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ടാണ് ചൈനയും ഇന്ത്യയും കൈകോർത്ത് ബിസിനസ് പങ്കാളത്തിൽ കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കരാറുകളുടെയും മറ്റ് പലതിന്റെയും രൂപത്തിൽ നമ്മളുടെ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പം അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ആയുധ വ്യാപാര മേഖലയിൽ റഷ്യക്ക് കൊടുക്കാൻ പറ്റാത്തിടത്ത്, അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ പറ്റാത്തിടത്ത് ആയുധം കൊടുക്കുന്നതിനപ്പുറം ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റ് അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും റഷ്യ ഉൾപ്പെടെ ഉള്ളിടത്ത് പോലും ആയുധം കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പാർട്സുകൾ, ട്രക്കുകൾ ഒക്കെ കയറ്റി അയക്കുന്ന ഒരു പ്രധാന പങ്കാളിയായിട്ടും വളരെ മുന്നേറ്റം നടത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. 2013 600 കോടിയായിരുന്നത് ഇപ്പൊ 30,000 കോടി രൂപയുടെ ആയുധവും അത് ഒരു 2030 ആകുമ്പോഴത്തേന് വേണ്ട 50,000 കോടി രൂപയുടെ അല്ലെങ്കിൽ ലക്ഷം കോടി രൂപയുടെ ആയുധ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു, അതിന്റെ കരാറുകളായിരിക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട്. എന്തായാലും ചൈന അവരുടെ ആയുധമാണ് ലോകത്ത് നമ്പർ 1. അവരുടെ ആയുധത്തിനാണ് ലോകമെമ്പാടും സ്വീകാര്യതയുള്ളത്, ഡിമാൻഡ് ഉള്ളത് എന്ന് പറഞ്ഞു വരുത്തുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ആയുധ വ്യാപാര കരാറിനെ മറികടക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. പക്ഷേ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ ചൈന നടത്തുന്നത് അവരുടെ ആയുധങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ അതിനാണ് ഡിമാൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.